നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കെപിസിസിയുടെ സമരാഗ്നി യാത്ര വീണ്ടും വിവാദത്തിലായിരിക്കുകയാണ്. സമാപന സമ്മേളനത്തിൽ ദേശീയഗാനം തെറ്റിച്ചൊല്ലി തിരുവനന്തപുരം DCC പ്രസിഡന്റ് പാലോട് രവി. സമാപന സമ്മേളനം അവസാനിച്ച ശേഷം ദേശീയഗാനം ആലപിക്കാനെത്തിയ പാലോട് രവിക്ക് ആദ്യ വരി തന്നെ തെറ്റിപ്പോയി. അബദ്ധം മനസ്സിലായ ഉടൻ തന്നെ C. സിദ്ദിഖ് MLA മൈക്ക് പിടിച്ചുവാങ്ങി. അവിടെ CD ഇട്ടോളും എന്ന് പറഞ്ഞ രവിയെ മൈക്കിന് മുന്നിൽ നിന്നും മാറ്റി. ഒടുവിൽ വനിതാ നേതാവ് എത്തിയാണ് ദേശീയഗാനം പൂർത്തിയാക്കിയത്. ഇത് വൈറലായിരിക്കുകയാണ്. അതിനിടെ സമരാഗ്നി സമാപന ചടങ്ങിൽ പ്രവർത്തകർ നേരത്തെ പിരിഞ്ഞുപോയതിൽ അമർഷം പ്രകടിപ്പിച്ച KPCC അധ്യക്ഷൻ K. സുധാകരൻ സമരാഗ്നിയുടെ രാഷ്ട്രീയ പ്രാധാന്യം പ്രവർത്തകർ മനസ്സിലാക്കുന്നില്ല എന്നും അദ്ദേഹം വിമർശിച്ചു. പിന്നാലെ വേദിയിൽ തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ സുധാകരനെ തിരുത്തി. തിരുവനന്തപുരത്ത് കോൺഗ്രസിന്റെ സമരാഗ്നി സമാപന പരിപാടിയിൽ പ്രസംഗിക്കുകയായിരുന്നു ഇരുവരും. നേതാക്കൾ സംസാരിച്ചു തീരുന്നതിന് മുൻപ് പ്രവർത്തകർ പിരിഞ്ഞു പോയി തുടങ്ങിയതാണ് സുധാകരനെ ചൊടിപ്പിച്ചത്. നമ്മൾ കൊട്ടി ആഘോഷിച്ച വലിയ രീതിയിലൊക്കെ തന്നെ സമ്മേളനങ്ങൾ നടത്തും. രണ്ടാള് പ്രസംഗിച്ച് കഴിയുമ്പോഴേക്കും ആളുകൾ പോകാൻ തുടങ്ങും. ഈ കസേരകളൊക്കെ നേരത്തെ കാലിയായി. ലക്ഷക്കണക്കിന് രൂപ മുടക്കി പൊതുയോഗം സംഘടിപ്പിച്ചിട്ട് അത് കേൾക്കാൻ മനസ്സില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ വരുന്നത് എന്നും സുധാകരൻ ചോദിച്ചു. അതേസമയം ശേഷം പ്രസംഗിക്കാനെത്തിയ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് സംസാരിക്കുകയും K. സുധാകരനെ തിരുത്തുകയും സമാധാനിപ്പിക്കുകയും ചെയ്തു. 3 മണിക്കൂർ കൊടും ചൂടിൽ വന്നു നിൽക്കുന്നവരാണ് എന്നും 5 മണിക്കൂർ തുടർച്ചയായി അവർ പരിപാടിയിൽ പങ്കെടുത്തുവെന്നും സതീശൻ പറഞ്ഞു. മാത്രമല്ല 12 പേരാണ് പരിപാടിയിൽ പ്രസംഗിച്ചത് എന്നും അതുകൊണ്ട് തന്നെ ഇത്രയുമൊക്കെ ചെയ്ത പ്രവർത്തകർ പിരിഞ്ഞു പോയതിൽ KPCC പ്രസിഡന്റ് വിഷമിക്കേണ്ട എന്നും VD സതീശൻ പറഞ്ഞു. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ മത്സരിക്കാനില്ല എന്ന KPCC പ്രസിഡന്റ് നിലവിലെ MPയുമായ K. സുധാകരൻ. പകരക്കാരനായി KPCC ജനറൽ സെക്രട്ടറിയും സുധാകരന്റെ വിശ്വസ്തനുമായ K. ജയന്തിന്റെ പേരാണ് നിർദ്ദേശിച്ചത്. എന്നാൽ K. ജയന്ത് മത്സരിക്കുന്നതിൽ രമേശ് ചെന്നിത്തലയും VD സതീശനും എതിർപ്പ് അറിയിച്ചതായാണ് വിവരം. ജയന്തിന് വിജയസാധ്യതയില്ല എന്ന് ഇരുവരും സുധാകരനെ അറിയിച്ചു. K. ജയന്തിന് പുറമെ യൂത്ത് കോൺഗ്രസ് നേതാവ് VP അബ്ദുൾ റഷീദും പകരക്കാരനായി പട്ടികയിലുണ്ട്. അന്തിമ തീരുമാനം ഹൈക്കമാൻഡിന് വിടാനാണ് സാധ്യത. അതിനിടെ പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിയായ കന്റോൺമെന്റ് ഹൌസിൽ KC വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടാണ് സംസ്ഥാനത്തെ നേതാക്കളുമായി KC വേണുഗോപാൽ ചർച്ച നടത്തിയത്. KPCC പ്രസിഡന്റ് K. സുധാകരൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, ദീപാദാസ് മുൻഷി എന്നിവർ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ആലപ്പുഴ, കണ്ണൂർ, വയനാട് എന്നീ നിയമസഭാ സീറ്റുകളിൽ ആശയക്കുഴപ്പം പരിഹരിക്കുകയാണ് യോഗത്തിന്റെ ലക്ഷ്യം എന്നാണ് സൂചന. അന്തിമ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് രൂപം നൽകാനാണ് നീക്കം.